ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനാണ്. അതായത് നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ നിങ്ങളുടെ എക്സാം സിറ്റി, നിങ്ങൾ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു കറക്റ്റ് കാര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ exams.nta.ac.in/neet എന്ന് പറഞ്ഞ് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ NTA പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്ലിക്ക് ഹിയർ ഫോർ സിറ്റി ഇൻറ്റിമേഷൻ. അതായത് നമ്മളുടെ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. സെൻറ്റർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സെൻറ്റർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാനുള്ളതൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളത് ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ഫോർ സിറ്റി ഇൻറ്റിമേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാൻ പറ്റും ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മാത്രം മതി. ആൻഡ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോയിലൊക്കെ മക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ആ ഒരു സിറ്റി ഇൻറ്റിമേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാം. അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. കളറോ സ്റ്റിക്കർ ഒട്ടിച്ചതോ ഫുൾ പ്രിൻറ്റഡോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഓക്കെ, നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നുണ്ടാകും. അങ്ങനെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പം നിങ്ങൾ 2 പേജുള്ള അഡ്മിറ്റ് കാർഡാണ്. ഓക്കെ, 2 പേജായിട്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്യല, പ്രിൻറ്റ് ചെയ്തെടുക്കുക. അതായത് ഒരു സാധാരണ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പേജും അതിൻ്റെ പുറമേ ആയിട്ട് അത് പ്രിൻറ്റ് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. സെപ്പറേറ്റ് 2 ഇൻഡിവിജ്വൽ പേജസ് ആയിട്ട് തന്നെ അഡ്മിറ്റ് കാർഡ് പ്രിൻറ്റ് ചെയ്യുക. ആ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. അഡ്മിറ്റ് കാർഡ് 2 പേജസ് ആയിട്ട് തന്നെ പ്രിൻ്റ് എടുക്കുക. ഒരു പേജിൽ പാസ്പോർട്ട് സൈസ്, അടുത്ത പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അതുകൂടാതെ ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നിങ്ങൾ ക്യാരി ചെയ്യണം. നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇവിടെ നിങ്ങൾ പെന്നൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല, അതൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്ററും അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ സൈറ്റിൽ വരും. ആൻഡ് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആയിരിക്കുക. ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക. ഓക്കെ, സമാധാനമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ.